ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ചവ്വരിയും പഴവും കൊണ്ടുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വിഷുവിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ 1 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചവ്വരിയെല്ലാം നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചവ്വരിയെല്ലാം നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചവ്വരി അതിലേക്ക് ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. നമ്മൾ കുതിർത്തിയെടുത്തിട്ടുള്ള ചവ്വരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. ഇതിപ്പോൾ ചവ്വരിയെല്ലാം നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. അതിനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കര നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. ഒരു നൂൽ പാകമൊന്നും ആകണ്ട. നന്നായിട്ട് ശർക്കര ഒന്ന് തിളച്ച് മെൽറ്റായി വന്നാൽ മതിയാകും. ഇതിപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കാഷ്നട്ട് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കാഷ്നട്ടൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂം കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി നെയ്യിൽ നിന്നും മാറ്റിയെടുക്കാം. ഇതിപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയ്യിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 2 നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഈ പഴം ഒന്ന് കുക്കായി വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പഴം നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ട് ഈ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കണം. പഴം ഇവിടെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലില്ലാത്തതായതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ടും ശർക്കരപ്പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കരപ്പാനിയെല്ലാം ആ പഴത്തിൽ നന്നായിട്ട് ഒന്ന് പിടിച്ച് ഒന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചിട്ടും കൂടെ എടുക്കണം. ഇതിപ്പോൾ പഴത്തിൽ നന്നായിട്ട് ശർക്കരപ്പാനിയെല്ലാം ഒന്ന് പിടിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചവ്വരിയിൽ നന്നായിട്ട് ആ ശർക്കരപ്പാനിയെല്ലാം ഒന്ന് പിടിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ചവ്വരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണ് താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്.
ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് അതിൻ്റെ പാലെടുത്തിട്ടുള്ളതാണ്. 2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 പാൽ മാത്രമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 2 കപ്പ് തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതിയാകും. ഒരുപാടിട്ടങ്ങ് പിന്നീട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂം കിസ്മിസും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷിങ്ങിനായിട്ട്. ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരിപ്പഴം കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി